കായംകുളം സെന്റ് ജോൺ സ്കൂളിലെ നവീകരിച്ച പ്രൊഫസർ കെ.എം. വർഗീസ് മെമ്മോറിയൽ ഹാളിന്റെയും ഡോക്ടർ മാത്യു വർഗീസ് മെമ്മോറിയൽ ഓഫീസിന്റെയും ഉദ്ഘാടനം നടത്തി. ഡോക്ടർ ഫിലിപ്പ് വർഗീസ് ഉദ്ഘാടനം നിർവഹിച്ചു. കായംകുളം സെന്റ് ജോൺ സ്കൂളിലെ നവീകരിച്ച പ്രൊഫസർ കെ.എം. വർഗീസ് മെമ്മോറിയൽ ഹാളിന്റെയും ഡോക്ടർ മാത്യു വർഗീസ് മെമ്മോറിയൽ ഓഫീസ് ബ്ലോക്കിന്റെയും ഉദ്ഘാടനം നടന്നു. ചെയർമാൻ ഡോക്ടർ ഫിലിപ്പ് വർഗീസ് ഉദ്ഘാടനം നിർവഹിച്ചു. YMCA പ്രസിഡന്റ് ലാന ജോസഫ്, സെക്രട്ടറി ശിഖ, ഓണാട്ടുകര FPO ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ രജിത്, സ്കൂൾ സീനിയർ പ്രിൻസിപ്പൽ അജിത് കുമാർ R, കോഓർഡിനേറ്റർ പ്രസീന ബാബു, മുൻ YMCA പ്രസിഡന്റ് സജി പ്രണാല തുടങ്ങിയവർ സംസാരിച്ചു. This actually was in a pretty bad shape a few months back. It was, the whole renovation work took about 1.5 months, and it gives me immense pleasure to be in this new venue, totally done up. And henceforth all our school programs will be done in this place, and hope you can all make use of it. Just to give you a brief idea about this particular structure. In fact, this dais is where my classroom stood 35 years back. This was exactly my classroom. We studied in this place, and the rest of it was school mess hall. So that's how it all began. And my wife, as you all know, we studied here. We did our 12th up to class 12 over here, and this is actually my first official function where I am taking over from my dad. It's actually a big challenge, and I hope we can live up to it. ഇന്നത്തെ ദിവസം ലഹരി വിരുദ്ധത്തിനുള്ള ഒരു ദിനമാണ്. അത് ലഹരിക്കെതിരെ, ലഹരി എന്ന് പറയുമ്പോൾ നമ്മളൊക്കെ കാണുന്ന പോലെയുള്ള ചില പദാർത്ഥങ്ങൾ മാത്രമല്ല ലഹരി. ആ ലഹരി ഒത്തിരി കാര്യങ്ങളുണ്ട്. ആ ലഹരി അടിമയാണ് ചിലപ്പോൾ നിങ്ങളുടെ വീട്ടിലെ ഓരോ പേരൻസും, ചിലപ്പോൾ ഇവിടുത്തെ ടീച്ചേഴ്സ് പോലും അവർ പോലും അറിയുന്നില്ല. കാരണം നമ്മൾ ഉപയോഗിക്കുന്ന മൊബൈൽ, ഇലക്ട്രോണിക്സ് മീഡിയ, അതുപോലെ ലഹരിയാണ്. അത്യാവശ്യങ്ങൾ മാത്രം ഉപയോഗിച്ചില്ലെങ്കിൽ അത് നിങ്ങൾക്ക് ലഹരിയിലേക്ക് കൊണ്ടുപോകും. അപ്പം ലഹരി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഉപയോഗിക്കുന്ന, നിങ്ങളെ തെറ്റായ രീതിയിൽ അഡിക്ഷൻ ആക്കുന്ന എന്ത് സാധനവും അത് ലഹരിയാണ്. അപ്പൊ ഇത്തരത്തിലേക്കുള്ള ലഹരിയിൽ നിന്ന് നമുക്ക് എങ്ങനെ പുറത്തു കിടക്കാം എന്ന് നമ്മൾ ചിന്തിക്കുമ്പോഴത്തേക്കാണ് ആ ഒരു സംഭവം വരുന്നത്. പലപ്പോഴും ചെറിയ രീതിയിലേക്ക് കൊണ്ടുപോയി ഇരുന്നുണ്ടല്ലോ, നമ്മളതൊക്കെ ചിലപ്പോൾ നമ്മളൊരു ബോറിംഗ് ഹാബിറ്റ്സ് ആയിട്ട് നമ്മളായിട്ട് വരും. അപ്പൊ അതിനെ ഹാബിറ്റ്സിലേക്ക് ഒഴിവാക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ തലച്ചോറിനെ കുറച്ചുകൂടെ പ്രവർത്തിക്കാൻ അവസരം കൊടുക്കണം. ആ തലച്ചോറിനെ പ്രവർത്തിക്കാൻ അവസരം കൊടുക്കുന്നതിന് ശരിക്കും നല്ലൊരു പാത്താണ്, അല്ലെങ്കിൽ നിങ്ങൾ പോകുന്നതിന് വഴിയാണ് കൃഷി എന്ന് പറയുന്നത്. കൃഷിയിലൂടെ നമ്മളൊരു പുതിയൊരു സംഭവത്തെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുകയാണ്. ചെറിയൊരു വിത്തിനെ, ആ ചെറിയ വിത്തിനകത്ത് ഒളിച്ചിരിക്കുന്ന അതിന്റെ ചെടിയെ, ഇതിനെ നിങ്ങൾ കൊച്ചുകുട്ടികളല്ലേ, കൊച്ചുകുട്ടികളെ പോലെ തന്നെയാണ് വിത്തും ചെറുതാണ്, കാണാൻ വളരെ ചെറുത്. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന ഒരു ചെറിയ സ്മോൾ തിങ്സിനകത്ത് ഒരു വലിയ വൃക്ഷമോ വലിയൊരു കാര്യത്തിന്റെ ചെടിയൊക്കെ ഉണ്ടാവാം. സ്ട്രെങ്തനിങ് കമ്മ്യൂണിറ്റി, ബിൽഡിംഗ് യൂത്ത്, നർച്ചറിങ് നേച്ചർ എന്നുള്ളതാണ്. സോ ഇന്നത്തെ ഈ ദിവസം നമ്മൾ അത് രണ്ട് കാര്യങ്ങൾ ഒരുമിച്ച് ചെയ്യുകയാണ്. നർച്ചറിങ് നേച്ചർ ആൻഡ് ബിൽഡിംഗ് യൂത്ത്. നിങ്ങളെ പോലുള്ള കൊച്ചു കുട്ടികളിൽ നിന്നാണ് ഇനിയുള്ള ഒരു ഫ്യൂച്ചർ, ഒരു ജനറേഷൻ ഉണ്ടായി വരേണ്ടത്. ചടങ്ങിനോടനുബന്ധിച്ച് കായംകുളം YMCAയുടെ നേതൃത്വത്തിൽ മയക്കുമരുന്നിനെതിരെ മറക്കാം ലഹരിയെ, ജീവിക്കാം കൃഷിയിലൂടെ എന്ന സന്ദേശവുമായി സ്റ്റുഡൻസ് അവയർനെസ് ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. ഓണാട്ടുകര FPO ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ രജിത് R YMCA പ്രസിഡന്റ് ലാന ജോസഫിന് ഒരു വൃക്ഷത്തൈ നൽകി. ഇത് സ്കൂൾ അങ്കണത്തിൽ നടുകയും ചെയ്തു. തുടർന്ന് മയക്കുമരുന്ന് ഉപയോഗത്തിനെതിരെ സെന്റ് ജോൺ സ്കൂളിലെ വിദ്യാർത്ഥികൾ വിവിധ കലാപരിപാടികളും അവതരിപ്പിച്ചു. CDNet ന്യൂസ്, കായംകുളം.